സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ നൽകാൻ തീരുമാനം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് നൽകുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, തദ്ദേശ വകുപ്പുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുക. വാക്സിന്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, വലിയ രീതിയിൽ സർവിക്കൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥിനികൾക്ക് വാക്സിൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുക? ദിവ്യ, നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് ചികിത്സ തേടുന്നത് അല്ലെങ്കിൽ സ്ത്രീകളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്നത് ഗർഭാശയ മുഖ ക്യാൻസറാണ്. അപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയൊരു ദൗത്യത്തിലേക്ക് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസറിനെതിരെ ഒരു പ്രതിരോധവുമായിട്ട് ഒരു വാക്സിനേഷൻ യജ്ഞവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ടം ആലപ്പുഴ, വയനാട് ജില്ലകളിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2021 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്യാൻസർ ബോർഡുമായി ചേർന്ന് ഒരു യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ സെർവിക്കൽ ക്യാൻസറിനെതിരെ ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ആരോഗ്യവകുപ്പിനെ ഇത് കാര്യങ്ങൾ വിളിച്ച് ധരിപ്പിക്കുകയും ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2022 തന്നെ ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചർച്ച നടത്തിയതാണ്. പക്ഷേ അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വാക്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് അല്പം നീണ്ടുപോയത്. എന്തായാലും ഈ വർഷത്തോടു കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ, അതായത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് +1, +2 പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഇത് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ സ്ത്രീകൾക്കും ഈ ഹ്യൂമൻ പാപ്പിലോമിയ വാക്സിനേഷൻ നൽകാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്തമായിട്ടുള്ള ഇടപെടലോടുകൂടിയായിരിക്കും വാക്സിൻ നൽകുക. ഈ ഒരു വാക്സിൻ നൽകുന്നത് ഒരു വാക്സിൻ ഏതാണ്ട് 2000-ലധികം രൂപ വില വരുന്നതാണ്. ഇതിന്റെ പൂർണ്ണ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കും. ദിവ്യ, സ്ത്രീകളിലെ സർവിക്കൽ ക്യാൻസർ തടയുക ലക്ഷ്യമിട്ടാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് വാക്സിൻ നൽകാൻ സർക്കാർ ഒരുങ്ങുന്നത്. മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.